ഇവിടെ ആരും ഇല്ലേ? അല്ല, നമ്മൾ എവിടെ നിന്നാണാവോ? കുറച്ച് തെക്കുന്ന. ഓ, ഇവിടുത്തെ അഗ്രികൾച്ചറൽ ഓഫീസിൽ മാറി വന്ന ഓഫീസറാ. ശങ്കരേട്ടാ, ശങ്കരേട്ട് വാ സാറേ. ശങ്കരേട്ടാ, ദേ ഇവിടെ പുതുതായിട്ട് വന്ന കൃഷി ഓഫീസറാ. നമസ്കാരം. നമസ്കാരം. എവിടെയാ ഓഫീസ്? ഇവിടെ തൊട്ടടുത്താ. ടോമി, ഒന്ന് എഴുന്നേറ്റടാ. എഴുന്നേക്കാൻ ഞാൻ ഇവനെ കൂട്ടി വിടാം. സാറ് വല്ലതും കഴിച്ചാണോ? ഇല്ല. ഇത് കഴിച്ചാ ഒന്ന് ചുമ്മാരിടോ. വാ, സാറും കെട്ടിരുന്നാട്ടെ. ഒരു പൊടി അനച്ചെടുത്തേ. പൂരം മുറുകിയെന്ന് തോന്നണു. ഇവിടുത്തെ ആദിവാസി കോവിലെ പൂരാ. സ്വത്തിന് വേണ്ടി തിരുമേനിയുടെ തമ്പുരാട്ടിമാര് കൊടുത്ത കേസില് നാളെ കഴിഞ്ഞ് മധ്യസ്ഥതയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എല്ലാവരെയും വക്കീൽ ഓഫീസില്. എന്താച്ചാലും ഇവിടെ നിന്ന് ആരും പോണില്ല. ഇനി അവരുടെ സ്വത്ത് അനുഭവിക്കാൻ ഉത്തരയ്ക്കും അവളുടെ ഇളയ 2 കുട്ടികൾക്കും തീരെ താല്പര്യമില്ലാന്ന് കൂട്ടിക്കോളൂ. എന്ത് വർത്തമാനോ വലിയമ്മ പറയണത്? കിട്ടാനുള്ള മുതല് കണക്ക് പറഞ്ഞു തന്നെ വാങ്ങണം. അല്ല, എന്ത് തന്നാലാ ഇതിന് പകരാവുക? ഉത്തരാടത്തിന്റെ ജന്മമല്ലേ ആ കിഴവൻ തൊലച്ചത്. എന്താ കുട്ടി ഇത്? ഭരിച്ചവരെ പറ്റി ദുഷിച്ചു പറയാ? അവളുടെ തലയിൽ ഈശ്വരൻ അങ്ങനെ ഒരു അനുഭവം വരച്ചിരിക്കണേ. അതിനിപ്പോ എന്താ ചെയ്യാ? അന്ന് ആ മംഗലം വേണ്ടെന്ന് എല്ലാരും എത്ര പറഞ്ഞതാ. ആ കുട്ടി സോമനസാ സമ്മതം മൂളി. അല്ലെന്നുണ്ടോ? ആ 90 കിഴവനെ കണ്ട് മോഹിച്ചു തന്നെയാ ഉത്തരടുത്ത് ഈ കല്യാണത്തിന് സമ്മതിച്ചതാണോ വല്യമ്മ കരുതിയിരിക്കണേ? ഇല്ലം വിറ്റ് നമുക്ക് 4 ആൾക്കും അന്നേ പെരുവഴിയിലോട്ട് ഇറങ്ങായിരുന്നില്ലേ? ഇതിലും ഭേദം അതായിരുന്നു. ഒട്ടും വായിച്ച് മാലയും വള ഊരി ഉത്തരടുത്തി പടി കയറി വരുന്ന കണ്ടപ്പോ ഞങ്ങക്ക് ഇല്ലത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും വല്യമ്മയ്ക്ക് ആ പഴയ ചേപ്പാട്ടുകാരുടെ ദുരഭിമാനം കൈവിടാൻ പറ്റില്ല. അന്നില്ലം വിറ്റ് കടം വീട്ടാൻ കൂട്ടാക്കഞ്ഞതും ഈ സ്വഭാവം കൊണ്ട് തന്നെയല്ലേ? ഗിരിജേ, കുട്ടി ഇങ്ങോട്ട് വരിക. എന്താ വല്യമ്മ ഇത്? ഞങ്ങൾ വല്യമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനും പഴക്കൂടാനും വല്യമ്മയല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടി പറഞ്ഞത് സത്യ. ദുരഭിമാനം. കുട്ടി എന്തുമാതിരി വർത്താനായി പറയണത്? പുറമേക്കാരൻ ഒരാൾ തളത്തിലുണ്ടെന്നുള്ള കാര്യം പോലും ഓർക്കാണ്ട്. തളർത്തിയിരിക്കുന്ന പുറമേക്കാരന് അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ? ഞാനൊന്നും കരുതി കുട്ടി പറഞ്ഞല്ല എടുത്തി. എടുത്തിന്റെ മട്ടും പോകാൻ കണ്ടപ്പോ ഞങ്ങക്ക് സഹിക്കണില്ല. എനിക്ക് എന്ത് പെണഞ്ഞു എന്നാ കുട്ടി പറയണത്? എനിക്ക് നിങ്ങള് അനിയത്തി കുട്ടികളുടെ കൂടെ ഇവിടെ കഴിയണേലും സന്തോഷം വേറെ എവിടെയെങ്കിലും കിട്ടും. കുട്ടി കരയാണ്ട് ഊണെടുത്ത് വെക്കാൻ നോക്ക്. അല്ല, സാറിന്റെ വീട് പായിപ്പാട്ട് അമ്പലത്തിനടുത്താണോ? അടുത്തെന്ന് പറഞ്ഞ 1 കിലോമീറ്റർ ഉണ്ടാവും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഞാൻ ആ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അത് പറഞ്ഞില്ലല്ലോ, ഞാനൊരു തബലിസ്റ്റാ. നാട്ടിൽ വെണ്ണിക്കുളം സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു കഥാപ്രസംഗ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു. ആ സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററാണ് എന്റെ ഭാര്യ. ഓ. കഥാപ്രസംഗം പറഞ്ഞ് അവൾ എന്നോട് ഒറ്റയ്ക്ക് കഥ പറയാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ അവളെയും കൊണ്ട് നാട് വിടേണ്ടി വന്നു. ശങ്കരേട്ടാ, ഞാനാ പാപ്പച്ചി. ടോമി, ആ കഥവും തുറന്നു കൊടുക്ക്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരാളില്ലേ, ഡയറി പാപ്പച്ചി. ഉറങ്ങുമ്പോഴും പുള്ളിയുടെ കക്ഷത്തിൽ ഒരു ഡയറി ഉണ്ടാവും. അതുകൊണ്ട് നാട്ടുകാരെ അങ്ങനെയാ വിളിക്കുന്നത്. അതെ. പാപ്പച്ചി, താൻ വന്നോ തിരക്കിയ ആളില്ലേ, വന്നിരിക്കണു. അഗ്രികൾച്ചർ ഓഫീസറാണല്ലേ? അതെ, ഞാൻ ശിവൻകുട്ടി. ഞാൻ ഡയറി പാപ്പച്ചി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. പാപ്പച്ചി, ഇദ്ദേഹത്തിന് താമസിക്കാൻ നല്ല അന്തസ്സുള്ളൊരു ഇടം വേണം. അതൊക്കെ ഞാൻ ഏറ്റന്നെ. അതെ, താമസക്കാര്യത്തെ കുറിച്ച് നമുക്ക് കാലത്ത് സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ തിരക്കിലാണ്. തൽക്കാലം സാർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നത്തേക്ക്. അതെ, എനിക്കൊരു 6 പരിപ്പൂടെ പാഴ്സൽ ചെയ്ത് തന്നെ. ഇനി വന്നേ കയ്യെന്ന് വിട്, ഞാൻ തരാം. ശങ്കരേട്ടാ, ഇതങ്ങ് അക്കൗണ്ടിൽ എഴുതിക്കോ. പാപ്പച്ചി കുറച്ച് ബ്ലേഡാ. ഇവൻ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. അതാ കണ്ടപ്പോ മുങ്ങിയത്. നാളെ കാലത്ത് മുതലും പലിശയും കൊടുത്തില്ലെങ്കിലേ അവൻ എന്റെ കട പൊക്കൂന്ന് പറഞ്ഞിരിക്കുക. അതിനു മുമ്പ് അവനെ ഞാൻ പൊക്കും. സാറിന് വല്ലതും പിടികിട്ടിയോ? എടാ, ആ കഥ കടച്ചേക്ക്. ഇവിടെ നരിമടയ്ക്ക് അപ്പുറത്തൊരു ഉരുപ്പടിയുണ്ട്, അടിവാര ഓമന. അവളുടെ ഇപ്പോഴത്തെ മൂവന്തി സേവക്കാരൻ ഈ പാപ്പച്ചിയാണ്. പരിപ്പൂടെ പോയിരിക്കണം അങ്ങോട്ടാ. അത് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുത്തരം ഇവിടുത്തെ പാഞ്ഞത്.
ഭഗവാനെ ഇന്ന് എന്തൊക്കെ പുകിലാണ് നടക്കാൻ പോണേ കണ്ടറിയണം. കുഞ്ഞോമാച്ചോ. ആരാടാ? അയ്യോ ഞാനാ തങ്കപ്പൻ. എന്താടാ? ഞാൻ ഇന്നാള് പറഞ്ഞ പച്ചായം പറഞ്ഞില്ലേ ഞാൻ പരദൂഷം പറയാണെന്ന്. ആ. നിങ്ങളുടെ മോളെ കെട്ടിയവനുണ്ടല്ലോ ആ പാപ്പച്ചി, അവനേ ശങ്കരൻ നായരുടെ കടയിൽ നിന്ന് 6 പരിപ്പോടെ മേടിച്ച് അടിവാര ഓമനയുടെ വീട്ടിലോട്ട് പോയിരിക്കുക. നീ ചുമ്മാ ഭ്രാന്ത് പറയാടാ. അവന്റെ ഇവിടെ കിടന്ന് ഉറങ്ങുക. ഞാൻ കണ്ടതല്ലേ. പിന്നെ എടി അമ്മണിയെ കെട്ടിയെ കൊണ്ടൊന്ന് വിളിച്ചേ. ഇച്ചായ നല്ല ഉറക്കോ ചാച്ചാ? ഇച്ചായ ഇച്ചായ എടി മോളെ നീ അവനെ വിളിക്കണ്ട, അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ അകപ്പ നീ ഒന്ന് പോകാൻ നോക്കി, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. ഞാനങ്ങനെ പോയാൽ ശരിയാവില്ല. പാപ്പച്ചി പാപ്പച്ചി ഉം. എന്താ പാപ്പച്ചി ഡാ ഇവൻ എന്റെ ഈശോയെ. ഇന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കാമെന്ന് മാഷ് ചോദിച്ചു. ഭർത്താവിന്റെ പേരെന്താണെന്ന്. എന്നിട്ട് നീ ആരുടെ പേര് പറഞ്ഞു? പാപ്പിച്ചാണ്ട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചെയ്തു തരുന്ന ഉപകാരമൊന്നും പോരെ. നിനക്ക് നിന്റെ മറ്റേ മക്കൾക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ? ഇനി റേഷൻ കാർഡിൽ കൂടെ പേര് കയറ്റിയാലേ നിനക്ക് തൃപ്തിയാവത്തുള്ളൂ. നീ സമയം കളയാതെ പരിപൂട. എനിക്ക് വേണ്ട നിങ്ങളുടെ വടയും കടിയൊന്നും. എന്നും ഒരു 5-6 പരിപ്പോടിയായിട്ട്. ഇനി ഉഴുന്നുവടയായിട്ട് വരാം. നിങ്ങളുടെ മറ്റോ കൊണ്ടേ കൊടുക്കും ഉഴുതുവട. പാമ്പല്ല 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 ഓന്ത്. എന്റെ ഓമനെ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാരും പള്ളിക്കാരും അറിയാൻ ഞാൻ മിന്നു കെട്ടിയത് അമ്മണിയാണെങ്കിലും എന്റെ ഭാര്യാസ്ഥാനം നിനക്കാ. നീയാണ് എന്റെ യഥാർത്ഥ ഭാര്യ. പിള്ളേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പാപ്പച്ചി കൈ വിടാ മോനെ. കർത്താവ് അമ്മായി അച്ഛൻ. അതിനെന്താ? അതിനെന്താന്നോ മാറടി, നാളെ വരാം. തുറന്നേ ചവിട്ടി പൊളിക്കും ഞാൻ. ആന ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റേനാണോ? എന്നാ പിന്നെ നല്ല പുകില. 1-2 ആളെ തട്ടിട്ടേ പോവൂ. എപ്പോഴും ഇങ്ങനെ ആന ഇറങ്ങാറുണ്ടോ? ചിലപ്പോക്കെ. ഇത് ആരുടേതായി ചാക്കുകെട്ടുകള്? തൊമ്മിച്ചായന്റെ അവരുടെ കെട്ടിടം. മുറികളെല്ലാം ഓഫീസിന്റെ റെക്കോർഡ്സില്. കൊയ്ത്തായതൊന്നും അല്ല. നെല്ല് മെതിക്കലും ഉണക്കലും കള്ളുകുടിയും ഒക്കെ ഇവിടെയാ. തൊമ്മിച്ചായൻ കോട്ടയംകാരനാ, ഇങ്ങോട്ട് കുടിയേറിയതാ. ടോമിയുടെ നാട് എവിടെയാ? പാലായിൽ ജനിച്ചെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് 5 വയസ്സുള്ളപ്പോ അപ്പൻ അമ്മച്ചിയും പെങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ എടുത്തോണ്ടേക്കും പോന്നു. നാട്ടിൽ അപ്പൻ റബ്ബർ വെട്ടിയിരുന്ന തോട്ടത്തിലെ മുതലാളിയും അമ്മച്ചിയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അപ്പനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പൻ്റെ തെറ്റിദ്ധാരണ മാറിയത്. എന്നെയും കൂട്ടിക്കൊണ്ട് പലവട്ടം അമ്മച്ചിയും പെങ്ങളെ അന്വേഷിച്ച് പലയിടത്തും പോയി. ഒരു വിവരം കിട്ടിയില്ല. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മച്ചിയെ കണ്ടുപിടിച്ച് അപ്പനോട് മാപ്പാക്കണേന്ന് പറയണമെന്ന്. അപ്പൻ്റെ മരണശേഷം ഞാനവരെ അന്വേഷിച്ചു പോയി. അരുവിത്തറ പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളുടെ കൂട്ടർ മുഴുവൻ വരും. അവിടെ പ്രായം ചെന്ന തള്ളമാരോടും കന്യാസ്ത്രീമാരോടും എൻ്റെ അമ്മച്ചിയാണോ പെങ്ങളാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നടക്കും. ചിലരൊക്കെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. എന്നാലും അന്വേഷണം നിർത്തിയിട്ടില്ല. അടുത്ത വർഷം ഞാൻ പോകുന്നുണ്ട്. സാറേ, നമുക്ക് പൂരപ്പറമ്പിലോട്ട് പോവാം. ഇന്ന് ഏതായാലും ഇവിടെ കിടന്നാലും പൂരാ. വാ പോവാം. ഈ 100 പാലും തുള്ളി പോലും തൂവി കളയാതെ കുടിച്ചോളണം. പറഞ്ഞത് കേട്ടോ? വേഗം കുടിക്ക്. എനിക്ക് ദേഷ്യം വരണുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് കൂടുണ്ട്. ഇതെന്ത് പറ്റിയത്? ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എവിടെയെങ്കിലും തലയിടിച്ച് വീണോ? മര്യാദ കുടിക്ക്. ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാ ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണം. ഒറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞേ? ശരി, ഞാൻ പോയിട്ടില്ല.
പിന്നെ രാധയെടുത്തി കാവിലെ സർപ്പത്തോട് സംസാരിക്കുന്ന അത്. സർപ്പത്തിനോടോ? എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടിയ ഭ്രാന്ത ഈ പാമ്പിനോടൊക്കെ സംസാരിക്കുന്നത്. അതെ, നിങ്ങളുടെ നാട്ടില്. ഇവിടെ ഏടത്തെയും സർപ്പവും ദിവസവും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. അപ്പൊ പാമ്പ് തിരിച്ച് ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യോ? സംസാരിക്കില്ല, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. എന്താ കേൾക്കണോ? അയ്യോ വേണ്ടേ, ഇവിടത്തെ മനുഷ്യരോട് സംസാരിക്കുന്നതിന് എനിക്ക് പേടിയാ. അപ്പൊ കുട്ടനാര് യാത്രക്ക് തയ്യാറായി നിൽക്കുക. അതെ, ഇപ്പൊ പോയാൽ 10:30 മയിൽവാഹനം ബസ് കിട്ടും. ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് ഓഫീസിലെത്താം. അത് ശരിയാ. പിന്നെ കേസിന്റെ കാര്യത്തില് ഗിരിജ പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പ്. അവകാശപ്പെട്ട മുതല് എന്തിനാ വേണ്ടെന്ന് വെക്കണേ? എന്തായാലും ഉത്തരത്തമ്പുരാട്ടി നാളെ കോടതിയിൽ ഹാജരാവണം. രാവിലെ ഇവിടെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങളങ്ങ് എത്തിക്കോളാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കണു. ഓ അതൊന്നും സാരമില്ല. ഞാൻ നാളെ രാവിലെ വരാം. അയ്യോ ശബ്ദവും പിന്നെ ആനയുടെ കൊലവിളിയും കേട്ടു എന്ന് ഉറപ്പാ. കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം, പക്ഷെ ആരുടെ ഒന്നും ഒരു പിടിയും കിട്ടണല്ല. എന്നാ മാഷെ മയ്യത്ത് കാട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഓമനന്റെ പറ്റാരെങ്കിലും ആയിരിക്കും. അല്ലാതെ ആ സമയത്ത് ആരാ ബൈക്ക് പോകാൻ? എന്താ ആ വഴി ഓമനയുടെ വീട്ടിലേക്ക് മാത്രമുള്ളതാ? ഏതായാലും പോലീസിലേക്ക് ആള് പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ ആരാ വഴിക്ക് പോയെന്നറിയാം. എന്തായാലും വലിയ കഷ്ടായി പോയി. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, എന്താടോ? ശങ്കരേട്ടാ, ചത്തത് ഡയറി പാപ്പച്ചിയാ. നരിവടയെന്ന് പാപ്പച്ചിയുടെ ഡയറിയും 5-6 പരിപ്പോടയും കിട്ടിയിട്ടുണ്ട്. പരിപ്പോട് ഇവിടത്തേതാണെന്നാണ് ആള് പറയണത്. പിന്നെ ഇവിടുത്തെ പരിപ്പടയാണെന്ന് തിരിച്ചറിയാൻ അതിനെന്താ വല്ല കൊമ്പുണ്ടോ? പറഞ്ഞത് ഞാനല്ല, പിന്നെ അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞതാ. അല്ല, അപ്പൊ ചത്തത് നമ്മളെ പാപ്പച്ചേന്റെ. ശങ്കരേട്ടാ, ഒരു ചായം കൂടി എടുത്തേ. അയ്യോ, ഇവിടുത്തെ പറഞ്ഞു വെറുതെ മനുഷ്യൻ. എവിടെ എവിടെ ഡയറി? സാർ, എന്നിട്ട് രാവിലെ സ്റ്റേഷനിൽ വന്ന ഒരു ഡയറി തൊണ്ടിയായിട്ട് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അതവിടെ കിടപ്പുണ്ട് സാർ, പോലീസ് വന്ന് എടുക്കട്ടെ എന്ന് കരുതി. ഒരു ഡയറി ആന ചവിട്ടിനാണോ പോലീസുകാരെ വിളിച്ചത്? അതല്ല സാർ, മരിച്ചയാളെ ഡയറി എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. അതെന്താ, അയാളെ കാണാൻ ഡയറിയുടെ ഷേപ്പാണോ? അതുകൊണ്ടല്ല, അയാളുടെ കക്ഷത്തിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും, അതുകൊണ്ടാ. ഈ പാപ്പച്ചിയുടെ ജഡം അവസാനമായിട്ട് കണ്ടതാരാണ്? ആനയെ അവസാനമായിട്ട് കണ്ടതാരാണ്? പാപ്പച്ചി. എന്നിട്ട് ഈ പാപ്പച്ചിയുടെ ജഡം എവിടെ അറിയുള്ളൂ സാർ എവിടെയാണെന്ന്. ആരാണ്ട ഈ ഹൈ റേഞ്ച് ഓമന? ഹൈറേഞ്ച് അല്ല സാർ, അടിവാര ഓമന. അടിവാര ഓമന എവളാര്? കഥാപ്രസംഗക്കാരിയോ അതോ എഴുത്തുകാരിയോ? അടിവാര ഓമന എവിടെ അവൾ? ഓമനെ, ഓമനെ. എന്നെ വിളിച്ചോ? എന്നെ വിളിച്ചോന്ന്? ഓമനയുടെ പേരെന്താ? ഓമന. മനുഷ്യന്മാരുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. എന്റെ ചായനെ ചവിട്ടിയാന എന്നെയും കൂടി ചവിട്ടിക്കൊല്ലണേ എന്റെ കർത്താവേ. നമുക്ക് ആരുണ്ട് മക്കളെ? ഞാനിതെങ്ങനെ സഹിക്കും? പോലീസ് വന്നു. പുറകെ പോലീസ് പട്ടിയും വരുന്നുണ്ടെന്ന് കേട്ടു. ഏത് പട്ടി വന്നാ എന്താണോ? എന്റെ കുഞ്ഞു പോയില്ലേ? അയ്യോ, ഇത് എഡിറ്റർ കുങ്കുമം വീക്ക്ലി കൊല്ലം, ഇത് ഭാഷാ പോഷിണി കോട്ടയം. ദേ, കാര്യമൊക്കെ കാര്യം. ഇത് അച്ചടിച്ച് പൈസ വരുമ്പോ എന്റെ സമ്പാദിക്കൊടുക്കലിടാൻ 25 റുപ്യയും തരണം. തരാടി ആർത്തി പണ്ടാരെ. പക്ഷെ 25 തരില്ല, 10 രൂപ തരാം. പള്ളി പറഞ്ഞോ? എന്താ രൂപയുടെ കണക്ക്? എന്റെ എടുത്തി സ്കൂളിൽ പോണ കൂട്ടത്തിൽ 2 കവർ വാങ്ങി സ്റ്റാമ്പ് പൊട്ടിച്ച് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂലി അവള് ചോദിക്കുന്നത്. ദേ, നീ വലിയ ഗമ കാട്ടിയാലേ ഇത് പോസ്റ്റ്മാൻ കുമാറിന്റെ കൊടുത്തുവിടാൻ എനിക്കറിയാം. എങ്കിൽ കവിത അച്ചടിച്ച് വന്ന തന്നെ. സ്റ്റാമ്പിന്റെ പൈസക്ക് റാക്ക് വാങ്ങി കുടിച്ചിട്ട് കുമാരൻ ഏടത്തിയുടെ ഈ കവിത ചെറുവണ്ണൻ പുഴയിൽ ഒഴുക്കും. ചെല്ല് ചെല്ല്. ദേ, കവർ വിലാസം എഴുതുമ്പോ മാറിപ്പോരുത്. വല്ലാത്തൊരു സാധനം തന്നെ. സാറിന് ജോലി ചെയ്യാൻ ഒരു മേശയും കസേരയിടാനുള്ള സ്ഥലമല്ലേ വേണ്ടു? എനിക്ക് എത്ര സ്ഥലം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്താടാ പ്രശ്നം? ഇച്ചായ, കൃഷി ഓഫീസിലുള്ള നമ്മുടെ നെല്ലും വിത്തൊക്കെ എടുത്ത് മാറ്റണത്ര. ഞങ്ങളുടെ 4 ആൾക്ക് വിത്തും നെല്ലും അകത്തിരുന്ന ഇയാൾക്ക് എന്താണ് കുഴപ്പം? കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷി ഓഫീസർമാർ വന്നിട്ടുണ്ട്, ഭരിച്ചിട്ടുമുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത. ഇതിന് മുമ്പുള്ള ഓഫീസർമാർ എന്ത് ചെയ്തു എന്നുള്ളതല്ല, 4 മുറിയുള്ള കെട്ടിടം വാടകയ്ക്ക് വന്നിട്ട് അതിൽ 3 എണ്ണവും നിങ്ങൾ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല.
1 മാസത്തെ അവധി തരും. ആ ചാക്ക് കെട്ടുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇല്ലെങ്കിലോ? മാറ്റണം. സാറേ, ഈ തുമ്മിച്ചനാള് മഹാപെശക. ഔ, അതിലും മോശം മക്കള്. ഇവിടെ പല ആദിവാസി പെണ്ണുങ്ങളെ അതും ഇതും പറഞ്ഞും കൊടുത്തവര് പഴപ്പിച്ചിട്ടുണ്ട്. സാറ് വെറുതെ അവരുമായിട്ട് കച്ചറയ്ക്കൊന്നും നിൽക്കണ്ട. ആ, ദേ സാറിന് കൂട്ടുവന്നല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാത്രി ഊണഴിക്കാൻ വരില്ലേ? നല്ല ഒന്നാന്തരം പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ശങ്കരേട്ടൻ എന്തായിരുന്നു ലാത്തി? നാട്ടിലെ പ്രേമത്തെ കുറിച്ചാ? പ്രേമോ? ആ, പ്രേമിച്ച പെണ്ണിനെ വേറെ ആള് കെട്ടി കുട്ടികളുമായി. എന്നാലും പുള്ളിക്കാരൻ എപ്പോഴും അവരെ കുറിച്ച് പറയാൻ 100 നാവാ. കടയ്ക്കുവാ പേരായിട്ടിരിക്കുന്നത്, ഭാനുമതി വിലാസം. ഞാനാ സാറേ പാപ്പച്ചി. ആന ചവിട്ടിയ? ആന ചവിട്ടി വാസ്തവം. പക്ഷെ ഞാൻ ഉരുണ്ടുമാറി രക്ഷപ്പെട്ടു. തെറിച്ചു വീണ എന്റെ ഡയറി തൊണ്ടിയായിട്ട് എടുത്ത് ചില തെണ്ടികൾ ഞാൻ ചത്തെന്ന് പറഞ്ഞു വരും. എന്നാ ആൾക്കാരെ വിഷമിപ്പിക്കാതെ വീട്ടിൽ പോയിക്കൂടെ? അതിലും ഭേദം ആനയുടെ ചോട്ടിൽ ചെന്ന് കിടക്കുന്ന. എടാ, ആനയേക്കാൾ ഭയങ്കരനാണ് എന്റെ അമ്മായി അച്ഛൻ. സാറേ, സാറിന്റെ താമസ സൗകര്യം എല്ലാം ശരിയായി. മരിച്ചുപോയ താൻ എങ്ങനെ എന്റെ താമസക്കാര്യം ശരിയാക്കുന്നത്? ഞാൻ മരിച്ചത് ഇന്നലെയല്ലേ. ഇത് ഞാൻ മെനിഞ്ഞാന്നേ ശരിയാക്കിയതാ. സാറിന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു വീട്. പക്ഷെ വാടക ഇത്തിരി കൂടും. 500 രൂപ, 2000 രൂപ അഡ്വാൻസ്. അത് ഞാൻ പിന്നെ മേടിച്ചോളാം. അപ്പൊ നാളെ പുഴക്കരെ വെച്ച് കാണാം. വരട്ടെ മോനെ. അയ്യോ, 3-4 ദിവസമായില്ലേ ആ പൈ നിന്ന് അമറിലോട് അമറില്. അതിനൊന്ന് ചവിട്ടിക്കാൻ കൊണ്ടുപോയാൽ ഇവിടെ ഉള്ളവർക്ക് നേരമില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിടി. ഇവിടെ മനുഷ്യർ തൂറാൻ മുട്ടിട്ട് പോയ ആ നേരത്തെ അവളുടെ ഒരു പശുവിനെ ചവിട്ടിക്കല്. നീ തന്നെ ചവിട്ടിയാ മതി. തങ്കപ്പാ. ഓ തങ്കപ്പോ, ഇത്തിരി ചുണ്ണാമ്പ് തരുവോ? ചുണ്ണാമ്പില്ലെങ്കിൽ തീപ്പെട്ടി ആയാലും മതിയടാവേ. ഭ്രാന്ത് പിടിച്ചു, അറിഞ്ഞോ? നമ്മുടെ തങ്കപ്പന് ഭ്രാന്ത് പിടിച്ചു. കുഞ്ഞോച്ചാ, നമ്മുടെ തങ്കപ്പന് ഭ്രാന്ത് പിടിച്ചു. ചെണ്ട ഭ്രാന്ത്. ഇന്ന് രാത്രി മുതൽ ചണ്ട പൊട്ടിക്കൊണ്ടിരിക്കുക. ഈശ്വര, അത് വലിയ കഷ്ടമായി പോയി. അല്ല, മൂപ്പർക്ക് എന്ത് പറ്റി? എന്തോ കണ്ട് പേടിച്ചതാ. ഇന്നലെ രാത്രി വെളുക്കിരിക്കാൻ പോയപ്പോ ഒരു ഗന്ധർവൻ വന്ന് ചുണ്ണാമ്പ് ചോദിച്ചു അത്രേ. എന്നിട്ട് കൊടുത്തോ? ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാന്നാടാ കരുതിയത്? നമ്മളെ തൂങ്ങിച്ചത്ത പോലീസുകാരല്ലേ? നല്ല ശകുനം. എങ്ങടാതാണോ? ഇല്ലത്തേക്ക് തന്നെ തമ്പ്ര. താഴത്തെ വയലിൽ ആദ്യം കൊലച്ചതാ. അച്ഛൻ ഒരേ നിർബന്ധം ഇവിടെ കൊണ്ടുവന്ന് തരണോന്ന്. പതിവ് തെറ്റിക്കണ്ടെന്ന് ഞാനും വെച്ചു. എങ്ങോട്ടാ തമ്പ്ര എല്ലാവരും കൂടി? എല്ലാരും കൂടി അല്ല, ഗിരിജ സ്കൂളിലോട്ടും ഞാനും ഉത്തരയും കോടതി വരെ ഒരു വ്യവഹാരം. ഉത്തരയുടെ ഇല്ലത്തെ ഭാഗത്തിന്റെ തീർപ്പാ. രാധേടത്തി ആവത്തുണ്ട്. വേഗം ചെല്ല്. ഏടത്തേക്ക് ട്യൂഷൻ വന്ന നേരമായി. ഓ ശരി. വല്യമാമ എന്തിനാ നിങ്ങൾ പോണ കാര്യമൊക്കെ അയാളോട് വിസ്തരിക്കാൻ പോയത്? അല്ല, എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാ പിന്നെ എന്താ പറയാ? എടോ പാപ്പച്ചി, ആ വീട് ഞാനിവിടെ ഉണ്ട്. താനിത് എവിടെ പോയിരുന്നു? ഇങ്ങനെ എത്ര കാലം താൻ ഒളിച്ചും പാത്തും കഴിയും? ആ, ലോകത്തിലെ എല്ലാ മഹാന്മാർക്കും ഉണ്ട് ഒളിവ് ജീവിതം. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പുസ്തകം എഴുതാൻ. ഒളിവിലെ ഒളിവില്ലാത്ത ഓർമ്മകൾ. എന്റെ കർത്താവ് വെളിച്ചപ്പാട്, ഞാൻ ഒളിക്കുവാന്നേ. എടോ, ഈ വാളും കോഴിയായിട്ട് ഇത് എങ്ങോട്ടാ? പാപ്പച്ചിയുടെ പ്രേതം തങ്കപ്പന്റെ ദേഹത്ത് കൂടിയിരിക്കുക. അങ്ങനെ കൂടാൻ പറ്റുമോ? അത് ഒഴിപ്പിക്കാൻ പോവാ. എന്റെ മേലെ അയാൾ വന്ന് വീണതിനെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ആ ഗിരിജയുടെ ഒരു ചോദ്യം കേട്ടില്ലേ, പ്രേമം തോന്നുന്നുണ്ടോന്ന്? പിന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ എന്ന് വെച്ച് മേലെ വന്ന് വീഴുന്നവരെയൊക്കെ പ്രേമിക്കാൻ നോക്കുവോ? എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. നീ പൊയ്ക്കോ. കറണ്ടില്ലേ? ഓ, ഒരു കത്തി തരൂ. ആ കത്തി ഒന്ന് മേടിച്ചു തരാൻ. പേടിക്കണ്ട, വെട്ടാനും കുത്താനും ഒന്നും അല്ല. മുകളിലത്തെ സ്വിച്ച് ബോർഡ് ഒന്ന് അഴിച്ചു തന്നാക്കാനാ. കറണ്ട് ഇല്ല, പിന്നെന്തിനാ സ്വിച്ച് ബോർഡ് ഒന്നാക്കുന്നത്? ഓ, നിങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ കറണ്ട് പോയപ്പോ വരത്തില്ല? ഇലക്ട്രിക് കണക്ഷൻ ഉള്ളിടത്തൊക്കെ വരും.
മനസ്സിലായില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഈ വീട്ടിലെ ഫ്യൂസ് ഒരുക്കൊണ്ട് പോയിട്ട് വർഷം 2 കഴിഞ്ഞു. ഇവിടുത്തെ വയറിംഗ് മുഴുവൻ മാറ്റിയാലേ കറണ്ട് തരുമെന്ന് അവർക്ക് വാശി. അങ്ങനത്തെ കറണ്ട് വേണ്ടെന്ന് ഞങ്ങൾക്കും വാശിയായി. ദേ വെറുതെ കത്തിയും വാളൊക്കെ കൊണ്ടുപോയിട്ട് വിഡിതം കാണിക്കല്ലേ. എന്നാ കത്തി. കുറങ്ങച്ചൻ അണ്ണ എന്നോട് ചോദിച്ചേ ടോമിയായിട്ട് എന്താണെന്ന്. എന്നിട്ട് ഒന്ന് വെറുതെ ഇത് തൂത്തുവാരാനും വെള്ളം കോരി വെക്കാനും ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. ഓ, ഇന്നത്തേക്ക് എത്രയും മതി, കുട്ടി പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി വായിച്ചറിഞ്ഞിരിക്കുന്നു. വിവാഹം കഴിക്കാത്ത അമ്മമാര് ഇവിടെ ഒരുപാടുണ്ടെന്ന്. ഓഫീസിലെ തൂപ്പ് ജോലി കൂടി കൊടുത്തപ്പോ ടോമിയുടെ മോഹം കുറച്ചുകൂടെ എളുപ്പമായി. അയ്യോ, സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. താളുവിനെ ഞാൻ നശിപ്പിക്കില്ല, കല്യാണം കഴിക്കും. ആദ്യം എൻ്റെ അമ്മയും പെങ്ങളെയും കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണം. സാറിന് എന്നെ വിശ്വസിക്കാം. എൻ്റെ കഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഞാൻ താളുവിനെ കെട്ടും. എങ്കിൽ ചെറുവണ്ണൂർ കൃഷിഭവനിലെ പാർട്ട് ടൈം സ്വീപ്പറുടെ ജോലി ടോമിയുടെ താളുവിന് ഉറപ്പിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കാൻ വന്ന ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കി SI അറിഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണെന്ന് ആ SIയോട് പറഞ്ഞേക്ക്. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കിഷോറെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡിനെ വിളിക്കാവൂന്ന്. പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അതെങ്ങനെ? നിങ്ങളുടെ അതേ സ്വഭാവം അവനും കിട്ടിയിരിക്കുന്നത്.